ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് വേൾഡ്. ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, കാര്യം എനിക്കൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും ഒരുങ്ങണമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതെന്നുള്ളത് ഒരു ചിറ്റ് ചാറ്റ് വീഡിയോയുടെ സ്റ്റൈലിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ, നമ്മൾ സാധാരണ ഞാൻ എൻ്റെ ചാനൽ ചെയ്യുന്ന പോലത്തെ ഡയറക്റ്റ് കാര്യം പറയുന്ന അങ്ങനത്തെ വീഡിയോ അല്ല. ഇത് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടൊന്ന് സംസാരിച്ചിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എൻ്റെ ഫേസിൽ ഒന്നുമില്ല, ക്ലീൻ ഫേസാണ്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്, അപ്പോൾ ഇത് മമ്മായത്തിൻ്റെ ആപ്പിൾ സൈഡർ വിനീഗറിൻ്റെ വേരിയൻറ്റിലുള്ള മോയ്സ്ചറൈസറാണ്. ഞാൻ നേരത്തുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ പോൾസൊന്നും ക്ലോഗൊന്നും ആക്കില്ല, അതുപോലെ ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് ഒരു ക്രീമൊക്കെ അപ്ലൈ ചെയ്തൊരു എഫക്റ്റും കിട്ടില്ല, എന്നാൽ നമ്മുടെ സ്കിന്നിന് ഒരു മോയ്സ്ചറൈസർ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊടുക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഞാൻ പറയാൻ വന്നിട്ട് ഉണ്ടായിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ 4 വർഷമായി ഞാൻ യൂട്യൂബിൽ. ഇപ്പോഴത്തെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സ്, മലയാളം യൂട്യൂബേഴ്സൊക്കെ ഈ ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ഈ യൂട്യൂബ് ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പേ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആളാണ് ഞാൻ. സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പോൾ ചാനലുണ്ടായിരുന്ന ആൾ അശ്വതിക്കൊക്കെ ചാനലുണ്ടായിരുന്നു. അന്ന് അശ്വതിക്ക് ഇംഗ്ലീഷ് ചാനലായിരുന്നു. ഞാനും അന്ന് ഇംഗ്ലീഷിലായിരുന്നു വീഡിയോസ് ചെയ്തത്. ശ്രുതിയായിട്ട് അന്നും സംസാരിക്കാറുണ്ടായിരുന്നു, കാരണം ഞങ്ങൾ ഏകദേശം ഒരു സമയത്തൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അശ്വതിക്ക് അന്ന് ഇംഗ്ലീഷ് ചാനലായിരുന്നു. അശ്വതി പ്രഗ്നൻ്റൊക്കെ ആയിരുന്ന സമയമായിരുന്നു അത്. അശ്വതി ഐശ്വര്യോട് സംസാരിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും അല്ലാണ്ട് വേറെ ആരോടും ഞാൻ സംസാരിച്ചിട്ടില്ല. എനിക്കങ്ങനെ പേഴ്സണലി അവരാരെയും അറിയേയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. ആ ഒരു ടോപ്പിക്കിലോട്ട് ഞാൻ ഇൻവോൾവ് ആവുന്നേ ഇല്ല. എന്തായാലും നമ്മൾ ഈ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനും, നമ്മൾ ഇപ്പം ആരും ഇതൊന്നും ആദ്യം പഠിച്ചിട്ട് വന്നിട്ടുള്ളവരൊന്നും അല്ല. എല്ലാവരും ചെയ്തും അറിഞ്ഞും യൂട്യൂബ് കണ്ടിട്ടും അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഓരോ എക്സ്പീരിയൻസിൽ കൂടി നമ്മൾ ചെയ്ത് നോക്കിയിട്ടും നമ്മൾ ഓരോന്ന് പരീക്ഷിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മളും പഠിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട്, നമ്മുടെ ക്രിയേറ്റിവിറ്റി മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട്, നമ്മളുടെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടും ഒക്കെയാണ് യൂട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ കുറച്ച് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിനെ തുടർന്ന് യൂസ് ചെയ്യാം. ഒരു അടിയും ഒരു നെഗറ്റിവിറ്റിയും തമ്മിലുള്ള ഒരു ഗ്രൂപ്പിസവും ക്ലാഷും അങ്ങനത്തെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും ഒന്നും ഇതിലേക്ക് കൊണ്ടുവരാണ്ട് നമുക്ക് നമ്മുടെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, നമ്മുടെ കണ്ടൻറ്റിൽ ഫോക്കസ് ചെയ്തിട്ട് പോവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എനിക്ക് വേറെ ആരെക്കുറിച്ച് എനിക്ക് അങ്ങനെ പേഴ്സണലി ഒത്തിരി അറിയില്ല. അപ്പോൾ ഒന്നിനെ പറ്റി ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. ഞാനത് സംസാരിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടാട്ടോ. ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനിനി ഇടാൻ പോകുന്നത് CC ക്രീമാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഫൗണ്ടേഷനൊക്കെ അല്ലേ ചെയ്യുന്നത്, അപ്പോൾ കുറച്ചൊരു സിമ്പിളാക്കാൻ വെച്ചിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര നൊസ്റ്റുള്ള പ്രോഡക്റ്റാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു മേക്കപ്പ് കൺമഷി ഐലൈനറൊക്കെ ഉപയോഗിക്കും. അല്ലാണ്ട് ഫസ്റ്റ് ഒരു മേക്കപ്പ് പ്രൊഡക്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ലാക്മയുടെ CC ക്രീമാണ്. അന്ന് ഇങ്ങനത്തെ 95 അതല്ലെന്ന് തോന്നുന്നു, വേറൊരു പിങ്ക് കളറിൽ വരുന്നത് അത് CC ക്രീമായിരുന്നു. അതെന്ന് പറഞ്ഞ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു മേക്കപ്പ് സാധനം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണേ. അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനത്തെ ഈ ഡാൻസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതല്ലാണ്ട് നമ്മുടെ കയ്യിൽ ഇല്ല, നമ്മൾ യൂസ് ചെയ്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ട്രിവാൻഡ്രം. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു സാധനം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മേക്കപ്പിൻ്റെ സാധനം. അതെന്ന് പറയുന്നത് ഇതായിരുന്നു. ഞാൻ ഈ കണ്ണാടി ഞാൻ വേറെ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ നേരെ നോക്കിയിട്ട് ചിലപ്പോൾ മേക്കപ്പ് ചെയ്യും കേട്ടോ. എനിക്കത് ഭയങ്കര, എല്ലാവരും പറയാറുണ്ട് ഇത് എന്ത് പ്രോഡക്റ്റ്, ഫൗണ്ടേഷൻ അങ്ങ് യൂസ് ചെയ്താൽ പോരെ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രോഡക്റ്റ്. ഇപ്പോൾ ഭയങ്കര ഒരു ലൈറ്റ് ഫീലിംഗ് ആണ്, പിന്നെ ഉപയോഗിക്കാൻ ഈസിയാണ്. എനിക്കിഷ്ടമാണ് എന്തായാലും CC ക്രീം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തൊട്ടേ യൂസ് വന്നുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഈ CC ക്രീം. അപ്പോൾ ഒരു ഇൻസ്റ്റൻ്റ് ഒരു ചെറിയ, നമ്മളങ്ങനെ ഒത്തിരി ഒരുങ്ങി ഇപ്പം പുറത്തേക്കൊന്നും പോവുകയാണെങ്കിലൊക്കെ നമ്മൾ ഒത്തിരി ഇങ്ങനെ ഇതായിട്ട് പോകില്ല. അപ്പോൾ ജസ്റ്റ് ഒരു കവറേജ്, ഒരു സ്ലൈറ്റ് കവറേജ് കിട്ടും, ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടും, കുറച്ചൊരു കവറേജ്, ഒരു ചെറിയൊരു ബ്രൈറ്റ്നസ്, അത്രയൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ
ഒരു ഡെയിലി വെയർ ടൈപ്പിലായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു CC ക്രീമാണ്, ലാക്മേയുടെ 95 CC ക്രീം. ഓക്കെ, അപ്പം നമ്മുടെ CC ക്രീം കഴിഞ്ഞു. ജസ്റ്റ് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇത് ബാഗിലിട്ടിട്ട് കൊണ്ടുവന്നിട്ട് ഇത് ആകെ ഫുൾ പൊട്ടി പൊടിഞ്ഞിട്ട് കാണുന്നുണ്ടോ നിങ്ങൾ? ഈ കോമ്പാക്റ്റ് മൊത്തം പൊട്ടി പൊടിഞ്ഞു പോയി. എനിക്കാണ് നന്നേ ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റായിരുന്നു. ഇതാണെങ്കിൽ മിക്കവാറും എന്താ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെന്ന് പറയുന്നത് ബ്ലൂ ഹെവൻ്റെ അൾട്രാ ഹൈ ഡെഫിനിഷൻ കോമ്പാക്റ്റാണ്. ഭയങ്കര നല്ല സാധനമാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തെന്നറിയോ, മിക്കപ്പോഴും ഏത് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഇത് ഔട്ട് ഓഫ് ഓർഡർ ആയിരിക്കും, സ്റ്റോക്കില്ലായിരിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. നമ്മളെപ്പം മേടിക്കാൻ നോക്കിയാലും ഇത് കാണത്തില്ല. അതുകൊണ്ട് ഇത് വല്ലപ്പോഴൊക്കെ കിട്ടുന്നതുകൊണ്ട് ഞാനാണെങ്കിൽ ഇതിപ്പോൾ ലോക്ക്ഡൗണും ആണ്, കിട്ടാനും ഇല്ല സാധനം. ആമസോണിൽ നോക്കിയിട്ടും പർപ്പിളിൽ നോക്കിയിട്ടും സംഭവമില്ല. അപ്പോൾ ഞാനതിങ്ങനെ പിശുക്കി വെച്ചേക്കായിരുന്നു. അത് പൊട്ടി പൊടിഞ്ഞ് പോവുകയും ചെയ്യും. ഇപ്പോൾ കുറച്ച് പൊടികൾ കിട്ടിയിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നാട്ടിലായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും ചെയ്യുന്നത്. കുഞ്ഞുള്ളത് കൊണ്ട് ഭയങ്കര പ്രയാസമാണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്ര സമയം എടുത്തിട്ട് വീഡിയോസിന് വേണ്ടിയിട്ട് ഒരുങ്ങാറൊന്നുമില്ല. ഒരു CC ക്രീം എന്തെങ്കിലും ഒന്ന് ബേസായിട്ട് അപ്ലൈ ചെയ്യും, കണ്ണ് എഴുതും, എന്തെങ്കിലും ഇത് വിടും. അതാണ് എപ്പോഴും സംഭവിക്കുന്നത്. അപ്പം നമുക്ക് കണ്ണൊന്ന് എഴുതാം. അപ്പം ഞാൻ നമ്മുടെ ഹിമാലയ കാജൽ, അടുത്ത നൊസ്റ്റു. എല്ലാവർക്കും ഒരുമാതിരി ഇപ്പം നൊസ്റ്റൊക്കെ ഉള്ളൊരു സാധനമായിരിക്കും ഹിമാലയ കാജൽ. കാരണം നമ്മളൊക്കെ ഈ മേക്കപ്പാണോ എന്തോന്നും അറിയില്ല, എന്തായാലും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പം ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ പഠിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കണ്ണ് എഴുതുകയാണേ. ജസ്റ്റ് അത് വെച്ചിട്ട് കണ്ണൊന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രോസ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ത്രെഡ് ചെയ്തിട്ട് കുറേ നാളായി കേട്ടോ. ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുമ്പ് അതൊക്കെയാണ് ത്രെഡ് ചെയ്തത്. എനിക്ക് പക്ഷേ ത്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര പ്രശ്നം തോന്നാറില്ല. ജസ്റ്റ് ഞാൻ അങ്ങനെ എപ്പോഴും ത്രെഡ് ചെയ്യുന്ന ഒരാളുമല്ല. വല്ലപ്പോഴും എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ത്രെഡ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എനിക്കങ്ങനെ ആ ഒരു ഷേപ്പ് വിട്ടിട്ട് വരുന്ന കുറച്ചൊരു ഹെയർ കാണുമല്ലോ, അതൊരു ട്വീസർ വെച്ചിട്ട് അങ്ങ് എടുത്ത് കളയുക ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറേ നാളിങ്ങനെ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ 3 മാസം 4 മാസം ഒക്കെ ഞാൻ ത്രെഡ് ചെയ്തിരുന്നിട്ടുണ്ട്. കാരണം ഓരോരുത്തരുടെ ഹെയർ ആ ഒരു ഗ്രോത്ത് അനുസരിച്ച് ചിലർക്ക് ഇങ്ങനെ ഭയങ്കര കാട് പോലെ വളരും, അവർക്ക് ത്രെഡ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് അത്രയും ഇങ്ങനെ കാട് പോലെ വളരത്തില്ല. ഈ ഒരു ഷേപ്പിന് വിട്ടിട്ട് കുറച്ചിങ്ങനെ വരും, അത് ട്വീസർ വെച്ചിട്ട് ഞാനങ്ങ് എടുത്ത് കളയും. അങ്ങനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ലോക്ക്ഡൗണിൽ ത്രെഡ് ചെയ്യാൻ പറ്റാത്തൊന്നും എനിക്ക് അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നാറില്ല കേട്ടോ. എന്നാൽ ഞാനങ്ങനെ ഇരിക്കുന്നതാണ് ത്രെഡ് ചെയ്യാതെ. അപ്പോൾ നമ്മൾ ബ്രോസ് ഫില്ല് ചെയ്തു, കണ്ണ് എഴുതി. ഇനി ഞാൻ ജസ്റ്റ് ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്സ് ഒന്ന് ലൈൻ ചെയ്യാൻ പോവാണേ. നല്ലൊരു ന്യൂഡിഷ്, ഒരു പീച്ച് ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന ഷെയ്ഡാണ്, നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് ലിപ്സ് ഒന്ന് ലൈൻ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ക്വിർക്കിയുടെ മിനീസിൻ്റെ അകത്തെ പേൾ നെക്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ഒരു മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഏകദേശം നമ്മൾ ഉപയോഗിച്ച ആ ലിപ്പ് ലൈനറിൻ്റെ ആ ഒരു ഷെയ്ഡായിട്ട് മാച്ച് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഇടുമ്പോൾ കുറച്ചിങ്ങനെ ഒട്ടി പിടിക്കുന്ന പോലെ തോന്നുമെങ്കിൽ ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരും. പക്ഷേ എനിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന സംഭവം എനിക്കത്ര താല്പര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത്ര ഡ്രൈയിങ് ആയിട്ട്, ഒന്നാമത് എൻ്റെ ലിപ്സ് കുറച്ച് ഡ്രൈ സൈഡാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡ്രൈയിങ് ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടെ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഇത് അത്ര ഡ്രൈയിങ് അല്ല, എന്നാലും ഇങ്ങനെ ഉണ്ടാവും ഈ ഒട്ടിപ്പിടിക്കുന്നൊരു ഫീലിങ് എനിക്കിഷ്ടമല്ല. അപ്പോൾ നമ്മളതാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നുമില്ല. വേർക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ കാജലൊക്കെ കൊണ്ടിട്ട് നമ്മുടെ എസ്പെഷ്യലി ഹിമാലയ പോലത്തെ നമ്മുടെ കൺമഷിയില്ലേ, അതുകൊണ്ട് കണ്ണ് എഴുതുമ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചിട്ട് ഈ വേർക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആ കൂട്ടത്തിൽ ഈ ലൈൻസിലേക്ക് ഇതിങ്ങനെ ഇറങ്ങും. ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടില്ലാത്ത പൗഡർ, നമ്മുടെ ബ്രഷ് എന്തെങ്കിലും എടുക്കുക, എന്നിട്ട് ഈ ലൂസ് പൗഡറില്ലേ, നമ്മുടെ സാധാരണ ടാൽക്കം പൗഡർ, അത് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു മാറ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഈ സ്മഡ്ജ് ആവുന്നത് കുറച്ചൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ
വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരുക്കം. അപ്പോൾ 4 വർഷമായി ഞാനങ്ങനെ എത്ര റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യുന്ന ആളല്ല. ഈ 4 വർഷത്തിനുള്ളിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 1.5 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് പ്രഗ്നൻ്റ് ആയിരുന്നു, ചിക്കു ഉണ്ടായി. ഇതെല്ലാം ഈ ചാനൽ തുടങ്ങിയത് കല്യാണം കഴിഞ്ഞ സമയത്താണ് ചാനൽ തുടങ്ങിയത്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമായി. ചാനൽ തുടങ്ങിയിട്ടും 4 വർഷമായി. ചാനൽ തുടങ്ങിയിട്ട് അത്ര തന്നെയായി. അപ്പോൾ കുറേ കാര്യങ്ങൾ അപ്പോൾ ഈ എൻ്റെ ഈ ലൈഫിൻ്റെ ഫുൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ചാനലിലും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഈ റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് എന്താ പറയുക, ഫുൾ ടൈം ഒരു പ്രൊഫഷനാണെന്നോ അല്ലെങ്കിൽ ഫുൾ ടൈം യൂട്യൂബർ ആണെന്നൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. കാരണം ഞാൻ അത്ര റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പക്ഷേ ഇഷ്ടമാണ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഇങ്ങനെ എൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ആൾക്കാർ കാണുന്നത് എന്താ പറയുക, അതിനോടൊരു ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണിത്. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസ് ഞാൻ ചെയ്യും, റെഗുലറായിട്ട് ചെയ്യാൻ, കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ ഇനിയും നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള ജേർണിയിലായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു മേക്കപ്പ് ലുക്കിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഇനി വേഗം തന്നെ ശരിക്കുള്ള വീഡിയോ പോയി ഷൂട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇനിയും നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.